നമസ്കാരം, ഞാൻ ബിന്ദു ടീച്ചർ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണവും പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മലയാള പാഠപുസ്തകത്തിലെ 3-ാമത്തെ യൂണിറ്റിലെ 4-ാമത്തെ പാഠഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. പാഠത്തിന്റെ പേര് ലാത്തിയും വെടിയുണ്ടയും. മലയാളത്തിലെ പ്രശസ്ത കഥാകാരിയായ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവലിലെ ഒരു അധ്യായമാണ് നമുക്കിവിടെ പഠിക്കാനുള്ള പാഠഭാഗം. നമ്പൂതിരി സമുദായത്തിൽ ജനിച്ചു വളർന്ന തേതി എന്ന പെൺകുട്ടിയുടെ ജീവിത പരിണാമത്തിന്റെ 4 ഘട്ടങ്ങളിലൂടെയാണ് ഈ നോവൽ കടന്നു പോകുന്നത്. ഉണ്ണി നമ്പൂതിരി എന്ന സാധു ബ്രാഹ്മണന്റെ ഭാര്യയായി മാനമ്പള്ളി മനയിലേക്ക് കടന്നു വരുന്ന തേതിക്കുട്ടി പിന്നീട് ദേവകി മാനമ്പള്ളി എന്ന സാമൂഹ്യ പ്രവർത്തകയായും ദേവീബഹൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായും സുമിത്രാനന്ദ സരസ്വതി എന്ന സന്യാസിനിയായും മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഈ നോവലിൽ കാണാൻ കഴിയുന്നത്. ഇതിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ തങ്കം എന്ന കഥാപാത്രത്തിന്റെ ഓർമ്മകളിലൂടെയാണ് ഈ നോവൽ ഉരുത്തിരിയുന്നത്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. പുരാണങ്ങളിൽ ഒരു പക്ഷിയുണ്ടല്ലോ, ഗരുഡൻ, ഭഗവാന്റെ വാഹനമായ ആ വിഹഗം പക്ഷി ആകാശത്തിന്റെ ഉന്നതങ്ങളിൽ ചുറ്റി പറക്കും. എത്രത്തോളം ഉയരത്തിലെത്തുന്നുവോ അത്രത്തോളം വ്യക്തമാണ് താഴെയുള്ള കാഴ്ചകൾ. സ്മരണകൾക്കും ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. കാലമേറെ ചെല്ലും തോറും അതിന്റെ തെളിച്ചം കൂടിക്കൂടി വരുന്നു. 1942 കാലത്തെ ഒരു സംഭവത്തെ പറ്റി അവരോർത്തു. യുദ്ധത്തിന്റെ തീജ്വാലകൾ രാജ്യത്തിന്റെ അകത്തും പുറത്തും ആളിപ്പടർന്നിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കാലം. നേതാക്കന്മാർ മിക്കവരും തടങ്കലിലായി. നിരോധനാജ്ഞകൾ ലംഘിക്കപ്പെട്ടു. വെടിവെപ്പുകൾക്കും ലാത്തിചാർജുകളും അട്ടിമറികളും കൊണ്ട് നാടാകെ ഒരു സമരമുഖമായി മാറിയിരുന്നു. ഒരു ഭാഗത്ത് തോക്കും ലാത്തിയും കണ്ണീർവാതകവും ധരിച്ച പട്ടാളത്തിന്റെ നിർദ്ദയമായ നരവേട്ട, മറുഭാഗത്ത് സ്വാതന്ത്ര്യത്തിനുള്ള അടങ്ങാത്ത മോഹവും ഇച്ഛാശക്തിയും മാത്രം ആയുധമാക്കിയ നിസ്സഹായരായ ജനങ്ങൾ. ഇവർ തമ്മിലുള്ള സംഘട്ടനം രോമാഞ്ചജനകമായിരുന്നു. ഇക്കാലത്ത് തങ്ങൾ താമസിച്ചിരുന്ന മഹാനഗരത്തിലെ ഉയർന്ന ഫ്ളാറ്റുകളിൽ ഒന്നിലിരുന്ന് പല കാഴ്ചകളും താൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. സിറ്റിയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ച സമയമായിരുന്നു അത്. 4 പേരിൽ കൂടുതൽ കൂടി നിന്ന് സംസാരിച്ചുകൂടാ, മുദ്രാവാക്യം വിളിച്ചുകൂടാ, ജാഥകൾ പാടില്ല. പോലീസും പട്ടാളവും നിരന്തരം റോന്തു ചുറ്റിക്കൊണ്ടിരുന്നു. പട്ടാള വണ്ടിയുടെ അലർച്ചയല്ലാതെ മറ്റൊരു ശബ്ദവും എങ്ങും കേൾക്കാനില്ല. നേരം പ്രഭാതമാവുന്നതേയുള്ളൂ. മുന്നിലുള്ള മണിമാളികയ്ക്കു മേലെ മഞ്ഞിന്റെ മൂടുപടം വീണ് കിടന്നു. താൻ ഉണർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ജനാലവിരിയിലൂടെ അലസമായി പുറത്തേക്ക് നോക്കി. വായും മൂക്കും പൊത്തിപ്പിടിച്ച് വരിഞ്ഞു കെട്ടിയിട്ട പെരുമ്പാമ്പിനെ പോലെ വിരസമായ നിരത്ത് നീണ്ടുകിടക്കുന്നു. ടോങ്കകളില്ല, കാറുകളില്ല, പദയാത്രക്കാരില്ല, ദൂത്ഫാലാകളുടെ നിലവിളി പോലും കേൾക്കാനില്ല. ഭൂകമ്പത്തിനു മുമ്പുള്ള നിശ്ചലമാവസ്ഥ പോലെ എല്ലാം സ്തംഭിച്ചു നിൽക്കുന്നു. പ്രധാന വീതിയിൽ നിന്ന് ക്ലോക്ക് ടവറിലേക്ക് തിരിയുന്ന വഴിയിൽ പെട്ടെന്നൊരു ബഹളം കേൾക്കായി. 100 മൃദുകണ്ഠങ്ങളിൽ നിന്ന് ഒരുമിച്ചുയർന്ന ജയഘോഷങ്ങൾ. ഭാരത് മാതാ കി ജയ്, മഹാത്മാഗാന്ധി കി ജയ്, ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് 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 ഇന്ത്യ. ചുവന്ന കുപ്പായം ധരിച്ച്, ചുവന്ന നിക്കറിട്ട്, ചുവന്ന തൊപ്പിയുമണിഞ്ഞ്, ത്രിവർണ പതാകയും വീശി കുഞ്ഞാറ്റക്കിളികളുടെ ഒരു സംഘം കടന്നു വരുന്നു. നഗരത്തിലെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സംഘടിച്ച് വീര വാനരസേന എന്നൊരു വിപ്ലവ സംഘം ഉണ്ടാക്കിയിട്ടുള്ളതായി താൻ കേട്ടിരുന്നു. ധനികന്മാരുടെയും ദരിദ്രരുടെയും രാജാക്കന്മാരുടെയും പ്രജകളുടെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെയും വരെ സന്താനങ്ങൾ ആ ഗൂഢസംഘത്തിൽ ചേർന്നിട്ടുള്ളതായി റിപ്പോർട്ടുണ്ട്. രാജ്യത്തിന്റെ നാനാഭാഗത്തുമുള്ള സമര രംഗങ്ങളെ യോജിപ്പിച്ചിരുന്നത് പുതിയ തലമുറയിലെ ഈ പുളക പൂൺപുകളത്രേ, ഈ പൂമൊട്ടുകൾ. അപ്പവും മധുവും ഇവരോട് ചേരാതിരിക്കുവാൻ വേണ്ടി എത്ര ശ്രമപ്പെട്ടിട്ടാണ് നാട്ടിലേക്ക് അയച്ചതെന്ന് അവരോർത്തു. തങ്കത്തിന്റെ മക്കളാണവര്. അവിടെയും അവർ ഗൂഢസംഘങ്ങൾ ഉണ്ടാക്കുകയായിരിക്കുമോ എന്ന് മിസ്സിസ് നായർ സംഭ്രമത്തോടെ ചിന്തിച്ചിട്ടുണ്ട്. വാനര സേനയിലെ അംഗങ്ങളെ പിന്തുടർന്നു വന്നത് വെള്ള ഖദർ സാരിയും വെള്ള ബ്ലൗസും ധരിച്ച് സ്വാതന്ത്ര്യഗീതികൾ പാടിയ നാരീ സേവാ സമിതിയിലെ അംഗങ്ങളായിരുന്നു. അവരുടെ പിറകെ സ്വാതന്ത്ര്യമല്ലെങ്കിൽ മരണമെന്ന മുദ്രാവാക്യവുമായി രാജ്യത്തിനു വേണ്ടി സമർപ്പണം ചെയ്ത രക്തസാക്ഷി സംഘത്തിലെ വീരയുവാക്കൾ. മുദ്രാവാക്യങ്ങളുടെ മുഴക്കവും പട്ടാള വണ്ടികളുടെ ഇരമ്പലും സ്വാതന്ത്ര്യഗാനങ്ങളുടെ പല്ലവിയും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. പോവട്ടെ ഞാൻ, വിടില്ല, കടന്നുകൂടാ എന്ന മട്ടിൽ പോലീസും വളണ്ടിയർമാരും കൂടെ കടുവയും പുലിയും കളിക്കുകയാണ്. ഇടയ്ക്ക് ആരോ ക്ലോക്ക് ടവറിന്റെ മേലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പേടിപ്പെടുത്തുന്ന സ്വരത്തിൽ വിളിച്ചു, അയ്യോ അതാ നോക്കൂ, അവൻ ആ കുട്ടി. 10-12 വയസ്സായ രോമനക്കുട്ടൻ ആകാശചുംബിയായ മണിമേടയുടെ മുകളിലേക്ക് സ്വാതന്ത്ര്യ പതാകയും മാറത്തടക്കിക്കൊണ്ട് വലിഞ്ഞു കയറുകയാണ്. അവൻ ആകാശം ഞടുങ്ങുമാറ് വിളിക്കുന്നു, ഭാരത് മാതാ കി ജയ്. ഇപ്പോഴ് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത്. അവിടേക്ക്
വീരവാനര സംഘത്തിലെ കൊച്ചുകുട്ടികൾ കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പട്ടാളക്കാർ തോക്കു ചൂണ്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു, താഴത്തിറങ്ങൂ മഠയാ, ഇല്ലെങ്കിൽ ഞങ്ങൾ താഴെ ഇറക്കും. അവൻ പുച്ഛമായി ഒന്ന് ചിരിച്ച് കീഴോട്ട് നോക്കി പട്ടാളക്കാരെയും ജനക്കൂട്ടത്തെയും മാറി മാറി കടാക്ഷിച്ചു. എന്നിട്ട് അപകടം പിടിച്ച ആ ചെരുവിലൂടെ അള്ളിപ്പിടിച്ച് കയറുവാൻ തുടങ്ങി. പ്രഭാത സൂര്യന്റെ ചെങ്കതിരികൾ തട്ടി ക്ലോക്ക് ടവറിന്റെ മുകൾ ഭാഗം ചോരയിൽ കുളിച്ചതുപോലെ തോന്നി. ചുവന്ന ഖദർ ഷർട്ട്, ചുവന്ന ഖദർ നിക്കർ, വെളുത്തു ചുവന്ന കവിളുകൾ, ആകാശത്തിന്റെ മടിയിൽ നിന്ന് ഞെട്ടറ്റു താഴെ വീണ സൂര്യന്റെ ഒരു കുട്ടിയെ പോലെ തോന്നിച്ചു ആ ബാലനെ കണ്ടാൽ. അത്ര തേജസ്വിയായ ഒരു കുട്ടിയായിരുന്നു അവൻ. മിനുസമുള്ള മേൽപ്പുരയിലൂടെ ഇഴഞ്ഞു കയറുമ്പോൾ അറിയാതെ കാലം ഇടറിയാൽ മതി, ശ്രദ്ധ തിരിഞ്ഞാൽ മതി, താഴെ വീണ് തകരും. അരുതു മകനെ, അരുത്, താഴെ ഇറങ്ങൂ എന്ന് വിളിച്ചു പറയാൻ തോന്നി തനിക്ക്. ആളുകൾ വീർപ്പടക്കി കാത്തുനിന്നു. അവനെ പ്രസവിച്ച അമ്മ ധന്യയാണ്, അവരെ പറ്റ രാജ്യം അഭിമാന്യവും. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞിനെയും അവനെ പ്രസവിച്ച അമ്മയെയും കുറിച്ച് രാജ്യം അഭിമാനിക്കുക തന്നെ ചെയ്യും. അനേകായിരം ആളുകളുടെ ആശംസകളും വഹിച്ചുകൊണ്ട് ആ ബാലൻ മേലോട്ട് കയറിപ്പോയി. മണിമാളികയുടെ മുകളിലെത്തി ജനക്കൂട്ടത്തെ നോക്കി കൈവീശി ചിരിച്ചു. സ്വാതന്ത്ര്യ പതാക എടുത്ത് നിവർത്തി ഉയരത്തിൽ കുത്തി. ദിഗന്തം, ദിക്കുകളുടെ അറ്റം വരെ മുഴക്കുമാറുള്ള മുദ്രാവാക്യങ്ങൾ പിന്നെയും മുഴങ്ങുന്നു. ഭാരത് മാതാ കി ജയ്, വീരകുമാർ കി ജയ്. ഇന്ത്യയുടെ അഭിമാനം പോലെ ചിറകടിച്ചാടുന്ന ത്രിവർണ പതാകയ്ക്കരികെ വിജയിയായ അഭിമന്യുവിനെ പോലെ ആ ബാലൻ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് പട്ടാളത്തോക്കുകൾ ഗർജിച്ചു. വെടിയുണ്ടകൾ ചീറി. 1000 മിന്നൽ പിണരുകൾ ഒന്നിച്ച് ആകാശത്തേക്ക് ഉയരും പോലെ ക്ലോക്ക് ടവറിന്റെ മുകളിൽ ചിരിച്ചുകൊണ്ടിരുന്ന മാലാഖ രക്തകണങ്ങൾ ഉതിർത്തുകൊണ്ട് ഒരു വെള്ളിൽ പക്ഷി കണക്കെ കറങ്ങി കറങ്ങി താഴെ വന്നു വീഴുന്നു. അപ്പം പട്ടാളക്കാരുടെ വെടിയേറ്റ് ആ കുഞ്ഞ് താഴേക്ക് വീഴുകയാണ്. അത്യുഗ്രമായ ആരവം, ഭയങ്കരമായ ശബ്ദം എല്ലായിടത്തുനിന്നും ഉയർന്നു. തുടർന്ന് പട്ടാളവും ജനക്കൂട്ടവുമായി സംഘട്ടനം, ലാത്തിച്ചാർജ്, വെടിവയ്പ്. ആളുകൾ അത്യുച്ചത്തിൽ വിളികൂട്ടി, അവൻ ഞങ്ങളുടെയാണ്, അവനെ ഞങ്ങൾക്ക് വേണം, അവനെ, ഇന്ത്യയുടെ വീരകുമാരനെ. ക്ലോക്ക് ടവറിന്റെ ചുവട്ടിലുള്ള ഭാഗം മുഴുവൻ സുശക്തമായ പോലീസ് ബന്ദോബസ്തിലായിരുന്നു. പക്ഷെ ആൾക്കൂട്ടത്തെ ചിതറി മാറ്റിക്കൊണ്ട് നാരീ സേവാ സമിതിയിലെ ഒരു യുവതി മുന്നോട്ട് നുഴഞ്ഞു കയറി. പട്ടാളക്കാരെ തട്ടിയിട്ടുകൊണ്ട് അവർ ആ ബാലന്റെ ശരീരം വാരിയെടുത്തു. വാടിയ താമരത്തണ്ട് പോലെയുള്ള ആ ശരീരത്തിൽ നിന്നും അപ്പോഴും ജീവൻ അറ്റിരുന്നില്ല. അവർ അവനെ മാറോടണച്ച് ചുംബിച്ചു. അവന്റെ ഹൃദയത്തിൽ നിന്നൊലിച്ച രക്തം കൊണ്ട് അവരുടെ തൂവെള്ള സാരി മുഴുവൻ ചുവപ്പായി മാറി. ഒരേ സമയത്ത് കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഭാരതമാതാവിനെ പോലെ ഉജ്ജ്വലയും ഗംഭീരവദനയുമായിരുന്നു ആ യുവതി. പട്ടാളക്കാർ അവരിൽ നിന്ന് ആ കുട്ടിയെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ലാത്തിത്തല്ലേറ്റു തലപൊട്ടി ചോരയൊലിച്ചിരുന്നു. രക്താംബരം ചുവന്ന വസ്ത്രം കീറിമുറിഞ്ഞ് കഷ്ണങ്ങളായി ചിതറിപ്പോയി. പോലീസുകാർ വലിച്ചിഴച്ച് നിലത്തു വീഴ്ത്തിയിട്ടും ആ കുട്ടിയുടെ ശരീരത്തെ അവർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്നു. നിറഞ്ഞ കൺപീലികൾ ഒരിറ്റു കണ്ണീർ പോലുമില്ലാതെ നെറ്റിയിൽ നിന്ന് ചോരയൊലിപ്പിച്ച് തലയുയർത്തി നിന്ന ആ യുവതിയുടെ കണ്ണുകളിൽ നിന്ന് അഗ്നി ജ്വലിച്ചു. ചുണ്ടുകൾ വിറച്ചു. ആ ഛായ, ആ നോട്ടം, ആരുടേതാണിത്, ആരുടെ? അപ്പൊ തങ്കം നായര് ഈ കാഴ്ച കണ്ടുകൊണ്ട് തന്റെ താമസ സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ഛായ കണ്ടപ്പോൾ തനിക്ക് പരിചിതമായ ആരുടെയോ ഛായ അവർക്ക് അനുഭവപ്പെടുകയാണ്. മിസ്സസ് നായർക്ക് ആ രംഗം ഓർത്തപ്പോൾ തന്നെ വീണ്ടും തലചുറ്റൽ വന്നു. എത്ര ദുർബലയാണ് താൻ, എത്ര ഹീനയാണ്, എത്ര മോശപ്പെട്ടവളാണ് താൻ. അന്ന് ആ ജനക്കൂട്ടത്തിലേക്ക് ഓടിയിറങ്ങി എന്തുകൊണ്ട് പറഞ്ഞില്ല, ഞാനും ഇന്ത്യക്കാരിയാണ്, ഞാനും നിങ്ങളുടെ കൂടെയാണ്, ആ കുട്ടി എന്റെയും കൂടിയാണ്, എന്നെയും കൂട്ടൂ സഹോദരി. അപ്പൊ തനിക്ക് അവർക്ക് ഇന്ന് ആ രംഗം ആലോചിക്കുമ്പോൾ തന്നെ കുറ്റബോധം തോന്നുകയാണ്. എന്തുകൊണ്ട് തനിക്കും കൂടി ആ സമരരംഗത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല എന്നവരാലോചിക്കുകയാണ്. സുഖം ഒരു മാരകമായ ലഹരിയാണെന്ന് മിസ്സസ് നായർക്ക് തോന്നി. കാരണം വളരെ സുഖകരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് വരികയാണ് അവർ. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രക്ഷുബ്ധമായ രംഗങ്ങളിലേക്ക് പോകാനോ സമരത്തിൽ പങ്കെടുക്കാനോ അവര് അപ്പോൾ ആഗ്രഹിച്ചില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് അവർ പറയുന്നത് സുഖം എത്ര മാരകമായ ഒരു ലഹരിയാണെന്ന്. അതിൽ നിന്ന് അത്ര വേഗം മോചനമില്ല. എങ്കിലും അന്ന് വൈകിട്ട് ഭർത്താവ് വന്നപ്പോൾ ചോദിച്ചു, ആ സ്ത്രീ മരിച്ചുവോ? ഏത് സ്ത്രീ? ഇന്നു രാവിലെ ലാത്തിയടിയേറ്റു വീണ ആ സ്ത്രീ, ആ കുട്ടിയുടെ ശരീരവും കൊണ്ട് ജനക്കൂട്ടത്തിലേക്ക് വന്ന സ്ത്രീ. അദ്ദേഹം ഉച്ചത്തിൽ ചിരിച്ചു. ഓ അതോ, അങ്ങനെ എത്രയെത്ര സ്ത്രീകൾ ലാത്തിയടിയേറ്റു വീണു മരിക്കുന്നു, മാനഭംഗപ്പെടുന്നു. അവരുടെയൊക്കെ ഭാവി എന്താണെന്ന് നമുക്കറിയുമോ? അറിയേണ്ട ആവശ്യവുമില്ലല്ലോ. അപ്പൊ സുഖകരമായി ഈ പ്രശ്നങ്ങളിലൊന്നും പെടാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വെറും കാഴ്ചകൾ മാത്രമാണ്. പിന്നെ ഭർത്താവിന്റെ സ്നേഹിതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നാണ് അറിഞ്ഞത്. അയാൾ പറഞ്ഞു, ഓ ദേവി ബഹനോ, അവർ മരിച്ചില്ല. പക്ഷെ അവരുടെ കൂട്ടുകാരികളായ 4-5 സ്ത്രീകൾ പോലീസ് മർദ്ദനമേറ്റ് ചതഞ്ഞരഞ്ഞുപോയി. ദേവി ബഹൻ ബോധരഹിതയായി കുറെ നാൾ ജയിൽ ആസ്പത്രിയിൽ കിടന്നു. പിന്നെ സേവാശ്രമത്തിലേക്ക് തന്നെ മടങ്ങിയിരിക്കണം. അതോ മറ്റു വല്ല ലാത്തിച്ചാർജിലും അകപ്പെട്ട് മരിച്ചോ? ഒന്നും അറിഞ്ഞുകൂടാ. തുടർന്ന് അയാളിൽ നിന്നു തന്നെ മറ്റു ചില വിവരങ്ങളും കിട്ടി. ഗാന്ധിജിയുടെ
ഹൃദയവാസിനിയാണത്രേ ദേവീബഹൻ. സ്വദേശം കേരളം. സാമൂഹ്യ പ്രവർത്തനത്തിൽ വളരെ പേരെടുത്ത സ്ത്രീയാണവർ. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട അനുയായി. താൻ നടുങ്ങിപ്പോയി. ദേവീബഹൻ എന്നുവെച്ചാൽ ദേവകി മാനമ്പള്ളി, തേതിയേട്ടത്തി. അവരാണോ ഇവർ? ഏടത്തിയെ ആശ്രമത്തിൽ പോയി കാണണമെന്ന് താൻ വളരെ ആഗ്രഹിച്ചിരുന്നാണ്. പക്ഷെ ഭർത്താവ് അനുകൂലിച്ചില്ല. തന്റെ ഉദ്യോഗ നിലയ്ക്ക് അത് ദോഷമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പോരെങ്കിൽ അവർ എവിടെയുണ്ടെന്ന് ഇവിടെ ആർക്കും അറിയുകയില്ല താനും. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥനായി ജീവിക്കുന്ന ഭർത്താവിന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ചെല്ലുന്നതും അല്ലെങ്കിൽ അവരുമായി ബന്ധം സ്ഥാപിക്കുന്നതൊന്നും അത്ര സുഖകരമായ കാര്യമല്ല. അതുകൊണ്ട് ഭർത്താവ് അതിനനുവദിച്ചില്ല. മിസസ് നായർ വിചാരിച്ചു, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം യാതനയുടെ വേതനവും പറഞ്ഞ് മുന്നോട്ട് വന്ന കൂട്ടത്തിലൊന്നും ദേവീബഹനെ കണ്ടിരുന്നില്ലല്ലോ. അവർ മന്ത്രിയായില്ല, നേതാവായില്ല, ചുരുങ്ങിയ പക്ഷം ഒരു കമ്മിറ്റി മെമ്പർ പോലും ആയില്ല. പക്ഷെ അന്ന് ഭാവി ഭാരതത്തിന്റെ പ്രതീകത്തെ മാറോടണച്ചുകൊണ്ട് ചോരയിൽ കുളിച്ചു നിന്ന നിസ്വാർത്ഥയായ വീരനായിക പിന്നെയും 1-2 തവണ കൂടി തന്റെ ശ്രദ്ധയിൽ വരികയുണ്ടായി. സാമുദായിക ലഹളയുടെ കൂത്തരങ്ങായ കിഴക്കൻ ബംഗാളിൽ അഹിംസയുടെ ആചാര്യനുമൊത്ത്, അതായത് ഗാന്ധിജിയുമൊത്ത് സഞ്ചരിച്ച ഒരു സ്ത്രീയുടെ ചിത്രത്തിന് അത്ഭുതകരമായി ദേവകി മാനമ്പള്ളിയുടെ ഛായയുണ്ടായിരുന്നു. മധ്യപ്രദേശത്തെ ഒരു ആശ്രമത്തിൽ ഗ്രാമീണ വനിതകളുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന മാതാവിന്റെ വിവരണത്തിലും ഈ സാദൃശ്യമുണ്ട്. തന്റെ ഈ തരംനോക്കൽ കണ്ട അദ്ദേഹം പറയും, ഇതു മായയാണ് തങ്കം, മതി വിഭ്രമമാണ്. നീ അവരെപ്പറ്റി തന്നെ ചിന്തിച്ച് കാണുന്നതെല്ലാം അവരായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ തന്റെ എല്ലാമായിരുന്ന തേതിയേട്ടത്തി ആണോ എന്ന സംശയമാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭർത്താവ് അവളെ കളിയാക്കുന്നുണ്ട്. ഇത് നിന്റെ മതിവിഭ്രമമാണ്, നിന്റെ തോന്നലുകളാണ്, ഒരുപക്ഷെ അവര് ആയിരിക്കാനേ സാധ്യതയില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് സുമിത്രാനന്ദ സരസ്വതിയായി ആ മതിവിഭ്രമം പിന്നെയും തന്നെ ആവേശിച്ചിരിക്കുകയാണോ? ഇല്ല തേതിയേട്ടത്തി, ഇത്തവണ ഞാൻ നിങ്ങളെ വിടുകയില്ല. ദേവകി മാനമ്പള്ളിക്ക് തങ്കം നായരിൽ നിന്ന് മോചനമില്ല. നമ്മൾ ഒരു കാലഘട്ടത്തിന്റെ 2 മുഖങ്ങളാണ്. പുതിയ തലമുറയ്ക്ക് 2 അമ്മമാരുണ്ട്. നമ്മുടെ കുട്ടികളെ നിങ്ങൾ സ്വീകരിക്കുകയില്ലേ? അപ്പോൾ ഇത്തവണ വീണ്ടും അവരെ സുമിത്രാനന്ദ സരസ്വതിയായി നേരിൽ കാണാനിടയായപ്പോൾ അവര് തിരിച്ചറിയുകയാണ്, ഇത് ഇവരിൽ നിന്ന്, തങ്കത്തിൽ നിന്ന് ഒരിക്കലും ഈ തേതിയേട്ടത്തി എന്ന ഗൃഹസ്ഥാശ്രമത്തിൽ വിളിച്ചിരുന്ന ഇന്ന് സന്യാസിനിയായിരിക്കുന്ന ആ ദേവകിക്ക് ഒരിക്കലും മോചനമില്ല. കാരണം അവരെ ഒരു കാലത്ത് അത്രയേറെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ജീവിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തങ്കം നായർ ചോദിക്കുകയാണ്, പുതിയ തലമുറയ്ക്ക് 2 അമ്മമാരുണ്ട്. ഇതുപോലെ പ്രസവിച്ചിട്ടില്ലെങ്കിലും ഈ മക്കളെയെല്ലാം, ഈ കുഞ്ഞുങ്ങളെയെല്ലാം സ്വന്തം മക്കളെ പോലെ കരുതുന്ന ദേവീബഹനെ പോലെയുള്ള അമ്മമാരും, അതുപോലെ തന്നെ മക്കളെ പ്രസവിച്ച് വളർത്തി അവരുടെ സുരക്ഷിതത്വം ഓർത്ത്, ഒരുപക്ഷെ അവര് ഏതെങ്കിലും സമര രംഗത്ത് ചെന്നുപെടുമോ എന്നോർത്ത് നാട്ടിൽ കൊണ്ടുപോയി അവരെ നിർത്തുന്ന തരത്തിലുള്ള അമ്മമാരും, ഇങ്ങനെ വ്യത്യസ്തരായ അമ്മമാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് 2 തരത്തിലുള്ള അമ്മമാരാണ് ഉള്ളത്. നമ്മുടെ കുട്ടികളെ കൂടി നിങ്ങൾ സ്വീകരിക്കുകയല്ലേ? നിങ്ങളുടെ പാതയിലേക്ക്, നിസ്വാർത്ഥതയുടെയും സേവനത്തിന്റെയും പാതയിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ കൂടി നിങ്ങൾ സ്വീകരിക്കുകയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്ന. ഈ അഗ്നിസാക്ഷി എന്ന നോവലിന്റെ കഥാകാരിയായ ലളിതാംബിക അന്തർജനത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുകയാണ്. 1909 മാർച്ച് 30 കൊല്ലം ജില്ലയിലാണ് അവർ ജനിച്ചത്. കഥാകൃത്തും നോവലിസ്റ്റും. അഗ്നിസാക്ഷി, ലളിതാംബിക അന്തർജനത്തിന്റെ കഥകൾ, സീത മുതൽ സത്യവതി വരെ, ആത്മകഥയ്ക്കൊരാമുഖം, ഗോസായി പറഞ്ഞ കഥ, തേൻതുള്ളികൾ എന്നിവയാണ് അവരുടെ പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 1987 അവര് അന്തരിച്ചത്. മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, ഈ അഗ്നിസാക്ഷി എന്ന് പറയുന്ന ഈ കഥ, ഈ നോവൽ ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ സിനിമയായിട്ടുണ്ട്. ആ സിനിമയ്ക്ക്, അഗ്നിസാക്ഷി എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് ദേശീയ അവാർഡ്, മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭ്യമായിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ പാഠഭാഗത്തിന്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.